വൈകിട്ട് 5 മണിക്ക് അവിടെ കടിച്ചോളൂ. കൃഷ്ണ കടാക്ഷിക്കോളൂ. അങ്ങോട്ട് നോക്കൂ ശിവ. പഞ്ചമഹായജ്ഞങ്ങളിൽ 4ാമത്തേതാണ് ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്നതുകൊണ്ട് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രകൃതിയെ മാതാവായി കണ്ട് ശുശ്രൂഷിച്ച് ആദരിച്ച് പരിപാലിക്കണമെന്നാണ്. 2015 അമ്മ നൽകിയ വിഷു സന്ദേശത്തിൽ പറഞ്ഞ വിഷു കൈനീട്ടത്തോടൊപ്പം വൃക്ഷക്കണിയും വിഷു കൈനീട്ടത്തോടൊപ്പം വിഷക്കൈനീട്ടവും എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യുവധർമ്മധാരയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ അകത്തും പുറത്തുമായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തു വരുന്നത്. കാലങ്ങളായി അമ്മയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിസ്വാർത്ഥമായി നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവജന കൂട്ടായ്മയാണ് നമ്മുടെ യുവധർമ്മധാര. ഈ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകുന്ന ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാർത്ഥന ചൊല്ലുവാനായി സന്യാസൈജൻ വീട്ടിൽ ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം കോർഡിനേറ്റർ ശ്രീ രതീഷ് കുമാർ ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മയുടെ പാതാരങ്ങളെ സശക്തപ്രകാരം ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന സ്വാമി വിശിഷ്ട വ്യക്തികളെയും സജ്ജനങ്ങളെയും ഏവർക്കും നമസ്കാരം. പ്രകൃതിയിലെ സർവചരാചരങ്ങളോടും പരസ്പര ആശ്രയത്തോടും ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് അമ്മ അരുളുന്നു. മലയാളിയുടെ മനം കുളിർക്കുന്ന വിഷുക്കാലം വന്നെത്തിക്കഴിഞ്ഞു. വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനക്കണ്ണിൽ ആദ്യം ഓടിയെത്തുന്നത് കണിവെള്ളരുടെയും നിറവും കൊന്നപ്പൂക്കളുടെ സ്വർണ്ണശോഭയും പിന്നെ സ്നേഹപൂർവം മുതിർന്നവർ നൽകുന്ന വിഷു കൈനീട്ടവുമാണ്. എന്നാൽ ഇന്ന് കൈനീട്ടം കേവലം ഒരു നാണയത്തൊട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല.
വരും തലമുറക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ മാതാ അമൃതാനന്ദമയി മഠം വിഭാവനം ചെയ്ത വിഷുത്തൈനീട്ടം എന്ന പദ്ധതി ഇന്ന് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഫലവൃക്ഷ തൈകളാണ് ഓരോ വർഷവും ഈ പുണ്യദിനത്തിൽ അമൃതപുരിയിൽ നിന്നും നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്നത്. ഇത് വേറെ ഒരു മരം നടൽ ചടങ്ങല്ല, മറിച്ച് ഭൂമി ദേവിയോടുള്ള നമ്മുടെ കടപ്പാട് വീട്ടലാണ്. മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഈ ഹരിത സമ്മാനം വരും കാലത്ത് തണലായും ഫലമായും അവർക്ക് കൂട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ലഭിച്ച ഈ പ്രകൃതിയെ വരും തലമുറയ്ക്ക് കേടുപാടുകൾ കൂടാതെ കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അമ്മയുടെ ഈ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിഷുത്തൈനീട്ടം എന്ന ഈ മൗന വിപ്ലവം ഓരോ വീടുകളിലും പച്ചപ്പിൻ്റെ വസന്തം തീർക്കട്ടെ. ഈ ഹരിത കൈനീട്ടം മലയാളി മനസ്സുകളിൽ നന്മയുടെ കുളിർമയായി എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. മഠാധിപതി പൂജനീയ സ്വാമി ശിവാമൃതാനന്ദപുരി സ്വാമികൾക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും അമൃതായോധർമ്മധാരവയുടെ പേരിലും മതാമൃതായന മഠത്തിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഏറെ തിരക്കുകൾക്കിടയിലും വിഷുത്തൈനീട്ടം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യായ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അവർക്ക് ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ആശംസ പറയുന്നത് നമ്മുടെ കൗൺസിലർ സുമി ബാലു അവർക്കാണ്. ആശംസകൾ നേരുന്നു. അടുത്തതായി ക്ഷേത്ര കാര്യദർശി ശ്രീ സുനിൽകുമാർ അവർക്ക് ക്ഷേത്ര കാര്യദർശി സുനിൽകുമാർ അവർക്ക് ആശംസകൾ നേരുന്നു. അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ വിഷുദിനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും അമൃതായോധർമ്മധാരയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വേദിയിലുള്ള ബൈജു, ആദ്യമ കൗൺസിലർ സുമി ബാലു, അമൃത യുവധാരയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, എത്ര ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം. ഉള്ള അമ്മയുടെ ദർശനപ്രകാരം ഈ നടക്കുന്ന വ്യത്യസ്ത പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബൈജു എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിഷു കൈനീട്ടമെന്നാണ് കേട്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചത്. കാര്യം അതാണല്ലോ നമുക്ക് കേട്ട ശീലം. അപ്പോഴാണ് എനിക്കത് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ബൈജു എന്നോട് ആവർത്തിച്ച് പറഞ്ഞു വിഷു തൈനീട്ടമാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും ഈ പ്രപഞ്ചത്തെ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനാണ് അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഭാരതത്തിൻ്റെ ദർശനമാണ്. കുറച്ച് മനുഷ്യർ മാത്രം ചേർന്ന് കഴിഞ്ഞാൽ അത് ലോകമാവുകയില്ല, അത് പ്രപഞ്ചമാവുകയില്ല. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഒരുമിച്ച് അവരവരുടെ ധർമ്മം നിർവഹിച്ചാൽ മാത്രമാണ്, സസ്യങ്ങളായിക്കോട്ടെ, ജീവനുള്ളയാവട്ടെ, ജീവനില്ലാത്ത ഈവൻ പാറയ്ക്ക് പോലും അതിൻ്റെതായ ധർമ്മമുണ്ട്. ഇപ്പോൾ പാറയാണ്, കല്ലാണ് ഈശ്വരനായി മാറുന്നത്. അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്. അപ്പോൾ ആധികാരികമായി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാനും അത്രത്തോളം അറിവുള്ള വ്യക്തിയല്ല. പക്ഷേ മിനിമം പൊതുപ്രവർത്തനത്തിൽ നിന്നും നേടിയ, പരിസരങ്ങളിൽ നേടിയ മിനിമം അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അവരവരുടെ ധർമ്മം നിർവഹിച്ചാൽ മാത്രമേ ഒരു താളത്തിൽ ഒന്ന് ബാലൻസ് ചെയ്ത് പ്രപഞ്ചം മുന്നോട്ട് പോവുകയുള്ളൂ. എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഘടകം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ ഒരുപക്ഷെ അത് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പ്രതിഫലിക്കില്ല. ഇപ്പോൾ ഭൂമികുലുക്കവും ഒക്കെ ഉണ്ടാകുന്നത് 1-2 ദിവസത്തെ അധാർമികമായ പ്രവർത്തനം കൊണ്ടായിരിക്കുകയില്ല. വിഷു കണി എന്ന് പറയുന്നത് സ്വന്തം പുരയിടങ്ങളിൽ കൃഷി ചെയ്തെടുത്ത സാധനങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക്
വിഷുക്കണി ഒരുക്കി ആഘോഷിക്കുന്ന പതിവായിരുന്നു. അതിൽ നിന്നും മാറി 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 ഇപ്പം നമ്മളെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ട് വിഷുക്കണി ഒരുക്കുക എന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശ്വാസികളോടും, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അമ്മയുടെ ഏറ്റവും വലിയൊരു ആശയമായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്ന 4ാമത്തെ യജ്ഞമാണ് ഭൂതയജ്ഞം. പ്രകൃതി ആരാധിക്കുക എന്നുള്ളതാണ് ഭൂതയജ്ഞം ഉദ്ദേശിക്കുന്നത്. അമ്മ 2015 പറഞ്ഞതാണ് വിഷു കണിയോടൊപ്പം ഒരു വൃക്ഷക്കണി, വിഷു കൈനീട്ടത്തോടൊപ്പം ഒരു വിഷു തൈനീട്ടം എന്നുള്ളത്. അത് അമൃത യുവധർമ്മധാരയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതത്തിലെമ്പാടും നമ്മൾ കൊണ്ടാടുകയാണ്. ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ആ പരിപാടി ഗംഭീരമായി നടക്കുകയാണ്. അതിൻ്റെ തിരുവനന്തപുരം ഘടകത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ് അവറുകൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിനോടുള്ള കൃതജ്ഞത അയുദ്ധിൻ്റെ പേരിലും മാതാ അമൃതാനന്ദമയി മഠം കൈമനത്തിൻ്റെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി അധ്യക്ഷ ഭാഷണം നിർവഹിച്ച സ്വാമി ശിവാമൃതാനന്ദപുരി, കൈമനം മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി, അദ്ദേഹത്തിനോടുള്ള എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിച്ച കാഞ്ഞിരമ്പാട വാർഡ് കൗൺസിലർ ശ്രീമതി സുമി ബാലു അവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്കിവിടെ ഈ ക്ഷേത്ര പരിസരം ഇത്രയും ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ പരിപാടി ഒരുക്കുന്നതിന് വേണ്ടി നമ്മളോട് എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്ന ക്ഷേത്ര കമ്മിറ്റിയോടുള്ള അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ ഇപ്രാവശ്യം സൃഷ്ടി എന്ന സമ്മർ ക്യാമ്പ് നടത്തുന്നത് അമൃത ശില്പകലാക്ഷേത്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ചേരാൻ താല്പര്യമുള്ളവർ സ്റ്റേജിന്റെ സൈഡിൽ ബന്ധപ്പെടേണ്ടതാണ്. താങ്ക് യു. Hello. 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 ോ
Thank you.